ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1234 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. 8 വയസ്സ് മുതൽ വിക്ക് അനുഭവിച്ചവളായിരുന്നു ലിസ. മറ്റുള്ളവരുമായി, പ്രത്യേകിച്ചും ഒരു പൊതുസമൂഹത്തിൽ സംസാരിക്കുവാനായിട്ട് ഈ കുറവ് അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നീട് സ്പീച്ച് തെറാപ്പിയിലൂടെ ഈ വൈകല്യത്തെ മറികടക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, തന്റെ ശബ്ദം മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളതായ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് അവൾ തീരുമാനിക്കുകയും തന്റെ ജീവിതം അതിനായി സമർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി മോശയ്ക്ക് സംസാരിക്കണമായിരുന്നു. അവൻ ആശങ്കാകുലനായി. ദൈവം മോശയോട് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കണം. എന്നാൽ വിക്കുണ്ടായിരുന്ന മോശ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് ദൈവത്തോട് എതിർത്ത് സംസാരിക്കുവാനായിട്ട് ഇടയായി. ദൈവം മോശയോട് ചോദിച്ചു, മനുഷ്യന് വായി കൊടുത്തത് ആര്? എന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് എന്താണ് എന്ന് നിനക്ക് ഉപദേശിച്ച് തരും. കൂടാതെ സഹോദരനെ അവന് സഹായിയായിട്ട് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിമിതികളിൽ പോലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ഒപ്പമുണ്ട് എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അവസ്ഥകളെ അറിയുന്നവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനായിട്ട് നാം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നും ഇതിന് അടിസ്ഥാനമല്ല. ദൈവം കൂടെയുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നല്ലത്, നന്മ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമുക്കെല്ലാം ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.